രാഹുലിന്റെ വീടിന് മുന്നിൽ എ വി ജയശങ്കർ കൂടിയുണ്ട്. ജയശങ്കർ അപ്പോൾ ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ഈ അടൂരിലെ രാഹുലിന്റെ വീടിന് മുന്നിലാണെന്ന് മനസ്സിലാക്കുന്ന ഈ പത്തനംതിട്ടയിലെ പൊതുവായ ഒരു അവസ്ഥ എന്താണ്? അവിടെ നിന്ന് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ആഷ്മി. എന്തായാലും 8ാം ദിവസമാണ് MLA എവിടെ നിന്നറിയില്ല, വീട്ടിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 7 ദിവസവും നമ്മൾ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ MLA ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. വീടിന് മുമ്പിൽ ആദ്യ ദിവസം SFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് പോലീസ് ഇവിടെ കൊണ്ടുവന്ന ബാരിക്കേഡുകൾ ഇപ്പോഴും ഒരു സ്മാരകം പോലെ ഈ വീടിന് മുമ്പിൽ ഇവിടെ ഉണ്ട്. അത് പോലീസ് ഇതുവരെ തിരിച്ചു കൊണ്ടുപോയിട്ടില്ല. ഇനി കൂടുതൽ പ്രതിഷേധം വന്നാലോ എന്ന് പ്രതീക്ഷിച്ചായിരിക്കാം പോലീസ് ഒരുപക്ഷെ ബാരിക്കേഡുകൾ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റൊരു നിർണായക കാര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാഹുലിനെതിരായ 2ാമത്തെ ലൈംഗിക പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത FIR ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷം ഈ KPCCക്ക് ഉൾപ്പെടെ പരാതി നൽകിയ ആ യുവതിയെ SIT സംഘം കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ SIT അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് നടത്തും. ആ മൊഴിയെടുപ്പ് അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയായ ഫെനി നയനാന് വളരെ നിർണായകമാണ്. കാരണം ഈ നിലവിൽ KPCCക്ക് നൽകിയ പരാതിയിൽ ഫെനി കാറിൽ കൊണ്ടുപോയി എന്നൊരു ആക്ഷേപം അതിലുണ്ട്. ആ പെൺകുട്ടി ആ മൊഴി ആവർത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ 2ാമത്തെ രാഹുലിനെതിരായ FIRൽ നിലവിൽ രാഹുൽ മാത്രമാണ് പ്രതി. പക്ഷേ മൊഴി ആവർത്തിച്ചാൽ ഫെനിയുടെ പേര് കൂടി സ്വാഭാവികമായും പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് SIT സംഘം മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫെനി കഴിഞ്ഞ ദിവസം ഈ കാറിൽ കൊണ്ടുപോയി, ലോഡ്ജിൽ കൊണ്ടുപോയി എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ തെളിയിക്കാൻ ഈ പരാതിക്കാരിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായും ആക്ഷേപങ്ങളൊക്കെ ഫെനി തള്ളിക്കളയുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഉണ്ടായത്. എന്തായാലും ഫെനിയെ സംബന്ധിച്ചും ഇന്ന് നിർണായകമാണ്, രാഹുലിനെ സംബന്ധിച്ചും നിർണായകമാണ്. എന്തായാലും ഈ 8ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നൊരു സൂചനയില്ല. പിന്നെ പത്തനംതിട്ടയിൽ പൊതുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. മറ്റൊരു വിഭാഗം രാഹുലിനെതിരെ നടപടി വേണ്ട, ഇല്ലെങ്കിൽ മൗനത്തിലാണ് തുടരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ SIT സംഘം ഉൾപ്പെടെ അടൂർ കേന്ദ്രീകരിച്ച് രാഹുലിൻ്റെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ നിന്ന് ആരെയും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ക്രിസ്റ്റീന, ആഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.